അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 7ാം ക്ലാസ്സിലെ താരീഖിന്റെ ഒന്നാമത്തെ പാഠമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹെഡിങ് സൽസരണി. നമുക്ക് വായിക്കാം. 4 ഖലീഫമാരുടെ ഭരണകാലത്ത് തന്നെ ഇസ്ലാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചിരുന്നു. അതിനാൽ അനേകം പുതിയ വിഷയങ്ങൾ ഉത്ഭവിക്കുകയും അതിലെ ഇസ്ലാമിക വിധി കണ്ടെത്തൽ അനിവാര്യമാവുകയും ചെയ്തു. ഇത്തരം സന്ദർഭങ്ങളിൽ ഇജ്തിഹാദ് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ സ്വഹാബത്തിന് അനുവാദം നൽകിയിരുന്നു. അതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം താബിഉകൾ ഓരോ രാജ്യത്തുമുള്ള പ്രധാന സ്വഹാബികളെയായിരുന്നു ദീനി നിയമങ്ങൾക്ക് സമീപിച്ചിരുന്നത്. അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് 4 ഖലീഫമാരുടെ ഭരണകാലത്ത് തന്നെ ഇസ്ലാം അത് ചെയ്തിട്ടുണ്ട്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ അനേകം പുതിയ വിഷയങ്ങൾ ഉത്ഭവിക്കുകയും അതിലെ ഇസ്ലാമിക വിധി കണ്ടെത്തൽ അനിവാര്യമാവുകയും ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ഇത്തരം സന്ദർഭങ്ങളിൽ ഇജ്തിഹാദ് അഥവാ ഗവേഷണം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ തന്നെ സ്വഹാബത്തിന് എന്ത് ചെയ്തിരുന്നു, അനുവാദം നൽകിയിരുന്നു, സമ്മതം നൽകിയിരുന്നു. അതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷവും താബിഉകൾ ഓരോ രാജ്യത്തുമുള്ള പ്രധാന സ്വഹാബികൾ എന്ത് ചെയ്തു, ദീനി നിയമങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ സമീപിച്ചിരുന്നു, അവരുടെ അടുത്ത് പോകാറുണ്ടായിരുന്നു. അവരെ നമുക്ക് പരിചയപ്പെടാം ആരൊക്കെയാണ് എന്നുള്ളത്. മദീന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. മക്കയിലോ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. മിസ്ർ അബ്ദുല്ലാഹി ഇബ്നു അംർ ബിനിൽ ആസ് റളിയല്ലാഹു അൻഹു. ഷാം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹു. കൂഫ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. ആ കാലഘട്ടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ഖവാരിജുകളെ പോലെയുള്ള പുത്തനാശയക്കാരെ പ്രതിരോധിച്ചത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പ്രമുഖ സ്വഹാബികളായിരുന്നു. അവരുടെ കാലശേഷം അവരിൽ നിന്ന് ദീൻ നേരിട്ട് പഠിച്ച താബിഉകളായിരുന്നു. അഥവാ സ്വഹാബത്തിനെ പിന്തുടരുന്നവരാണ് താബിഉകൾ. റസൂലുള്ളാഹിനെ പിന്തുടരുന്ന ആളുകൾ സ്വഹാബത്ത്. ആ സ്വഹാബത്തിനെ പിന്തുടരുന്ന ആളുകളാണ് ആര്, താബിഉകൾ. പിന്നെ തബഉ താബിഉകൾ, അങ്ങനെ വരും. ആ ദൗത്യം നിർവഹിച്ചിരുന്നത് താബിഉകൾക്ക് ശേഷം അവരിൽ നിന്നും ദീൻ കേട്ട് പഠിച്ച തബഉ താബിഉകളും. ഇങ്ങനെ യോഗ്യരായ ഇമാമുമാരുടെ പരമ്പരയിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടതാണ് ശരിയായ ദീനുൽ ഇസ്ലാം. ഈ മാർഗം പിന്തുടരുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ അഥവാ സുന്നികൾ. യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം ഉൾക്കൊള്ളുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹാബികൾ വഴി, താബിഉകൾ വഴി, തബഉ താബിഉകൾ വഴി നമ്മളിലേക്ക് എത്തിച്ചേർന്നതാണ്, ഗുരുനാഥന്മാർ വഴി. ഓക്കെ, അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. സമ്പൂർണമായി ക്രോഡീകരിക്കപ്പെട്ട പ്രാമാണികമായ 4 മദ്ഹബുകളിലൂടെയാണ് ഈ പരമ്പര ഇന്നും നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് മദ്ഹബുകളെ നിരാകരിക്കുന്നവർ മുബ്തദിഉകളാണെന്ന് ഇമാമുമാർ പരിചയപ്പെടുത്തിയത്. എന്ന് പറഞ്ഞാല് സമ്പൂർണമായി ക്രോഡീകരിക്കപ്പെട്ട പ്രാമാണികമായ തെളിവുകളായ 4 മദ്ഹബുകളിലൂടെയാണ് എന്ത് ചെയ്തത്, ഈ പരമ്പര ഇന്നും നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് മദ്ഹബുകളെ നിരാകരിക്കുന്നവർ, മദ്ഹബുകൾ വേണ്ടാന്ന് പറയുന്നവര്, വിശ്വസിക്കാത്തവര്, അവര് മുബ്തദിഉകളാണ് അഥവാ പുത്തനാശയക്കാരാണെന്ന് ഇമാമുമാർ പറഞ്ഞിട്ടുള്ളത്. ശരിയായ ദീൻ പിന്തുടരാനും ഇസ്ലാമിക നിയമങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന പുത്തനാശയക്കാരിൽ നിന്ന് രക്ഷപ്പെടാനും ഈ പാരമ്പര്യ മാർഗം പിന്തുടരൽ അനിവാര്യമാണ്. ഈ മദ്ഹബുകൾ എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇതുവരെ എത്തിയ ഒരു പരമ്പരയാണ്, ശൃംഖലയാണ്. അതിൽ യാതൊരു പിഴവുകളും ഉണ്ടാവില്ല, നമുക്ക് വിശ്വസിക്കാം. പുത്തനാശയക്കാര് ഇതിൽ നിന്നെല്ലാം വ്യതിചലിച്ചു കൊണ്ട് മറ്റൊരു മാർഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ആ പുത്തനാശയക്കാരിൽ നിന്ന് രക്ഷപ്പെടാനും ഈ പാരമ്പര്യ മാർഗം പിന്തുടരൽ എന്താണ്, അനിവാര്യമാണ്, നിർബന്ധമാണ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നൽ ഇസ്നാദ മിനദ് ദീനി വലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാ. പരമ്പര ദീനിൽപ്പെട്ടതാണ്, അതില്ലെങ്കിൽ ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ളത് പറയും. ഈ പരമ്പര എന്നുള്ളത് ദീനിൽപ്പെട്ടതാണ്,
ഈ പരമ്പര ഇല്ലെങ്കിലോ, ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് വരെ എത്തുന്ന ആ ദീനിന്റെ പരമ്പര, അങ്ങനെ ശൃംഖല ഇല്ലായിരുന്നെങ്കിലോ അവനാൻ ഇഷ്ടമുള്ളത് പറയും. പക്ഷെ ഇവിടെ നമുക്കൊരു മദ്ഹബ് എന്ന് പരമ്പര ഉണ്ട്. ആ മദ്ഹബിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്, ആ മദ്ഹബിനെയാണ് നമ്മൾ പിന്തുടരേണ്ടത്. അതില്ലെങ്കിൽ എന്ത് ചെയ്യും? ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ളത് പറയും. ഇഷ്ടമുള്ള വിധികളും ഹറാമിനെ ഹലാലാക്കിയും ഹലാലിനെ ഹറാമാക്കിയൊക്കെ പറയും. നമ്മൾ നേരത്തെ വായിച്ചതിൽ സനദ് ഉണ്ട്, അതുപോലെ ഇസ്നാദൊക്കെ ഉണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? ഇൽമ് കൈമാറ്റം ചെയ്യുന്ന പണ്ഡിത ശൃംഖല, ആ ഒരു പരമ്പര ഉണ്ടല്ലോ, ഇതിനാണ് സനദ് എന്ന് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹാബത്ത് കേട്ടു, സ്വഹാബത്തിൽ നിന്ന് താബിഈകൾ, താബികളിൽ നിന്ന് തബഉ താബികൾ, പിന്നെ പണ്ഡിതന്മാരായ ആളുകളിലൂടെ നമുക്ക് ലഭിച്ചതാണ്. അതിനാണ് സനദ് എന്ന് പറയാം. മുബ്തദിഅ എന്ന് പറഞ്ഞാലോ, ദീനിൽ പുതിയ വാദങ്ങൾ കടത്തിക്കൂട്ടുന്നവർ. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും നമ്മൾ മുമ്പ് കഴിഞ്ഞു പോയ പണ്ഡിതന്മാരൊന്നും പറയാത്ത പുതിയ കാര്യങ്ങൾ ചേർക്കുന്നവരാണ്, ദീനിൽ ഉള്ളതാണെന്ന് പറയുന്ന ആളുകളാണ് ആര്? മുബ്തദിഅ. ദീനിൽ പുതിയ വാദങ്ങൾ കടത്തിക്കൂട്ടുന്നവരാണ് മുബ്തദിഅ. ഇനി 4 മദ്ഹബുകൾ ഏതൊക്കെയാണ്? ഹനഫി മദ്ഹബ്. ആരാണ് ഇമാം? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഹിജ്റ 80 ജനിച്ചു, 150 വഫാത്തായി. 2 മാലിക്കി മദ്ഹബ്. ഇമാം മാലിക് റഹിമഹുല്ലാ. ഹിജ്റ 95 ജനിച്ചു, 179 വഫാത്തായി. ഷാഫിഈ മദ്ഹബ്. നമ്മുടെ മദ്ഹബ് ഏതാണ്? ഷാഫി മദ്ഹബാണ്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ. ഹിജ്റ 150 ജനിച്ചു, ഹിജ്റ 204 വഫാത്തായി. അവസാനത്തെ 4ാമത്തെ മദ്ഹബ് ഏതാണ്? ഹംബലി മദ്ഹബാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ. ഹിജ്റ 80 ജനിച്ചു, 150 വഫാത്തായി. 150. ഓക്കെ, ഇനി തദ്രീബാത്ത് നോക്കാം. ഉത്തരം പറയുക. പുതിയ വിഷയങ്ങൾ ഉത്ഭവിക്കുമ്പോൾ സ്വഹാബികൾ എങ്ങനെയാണ് ഇസ്ലാമിക വിധികൾ കണ്ടെത്തിയിരുന്നത്? അനേകം പുതിയ വിഷയങ്ങൾ ഉത്ഭവിക്കുകയും അതിലെ ഇസ്ലാമിക വിധി കണ്ടെത്തൽ അനിവാര്യമാവുകയും ചെയ്തു. ഇത്തരം സന്ദർഭങ്ങളിൽ ഇജ്തിഹാദ് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ സ്വഹാബത്തിന് അനുവാദം നൽകിയിരുന്നു. അതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം താബിഉകൾ ഓരോ രാജ്യത്തുമുള്ള പ്രധാന സ്വഹാബികളെയായിരുന്നു ദീനി നിയമങ്ങൾക്ക് സമീപിച്ചിരുന്നത്. ഈ ഒരു വിഷയമാണ് അത് ചോദിച്ചിട്ടുള്ളത്. 2, സ്വഹാബികളുടെ കാലശേഷം ദീനി നിയമങ്ങൾക്ക് ആരെയായിരുന്നു ആശ്രയിച്ചിരുന്നത്? സ്വഹാബികളുടെ കാലശേഷം അവരിൽ നിന്ന് ദീൻ നേരിട്ട് പഠിച്ച താബികളായിരുന്നു ആ ദൗത്യം നിർവഹിച്ചിരുന്നത്. മദ്ഹബിനെ നിരാകരിക്കുന്നവൻ ആരാണെന്നാണ് ഇമാമുകൾ പഠിപ്പിച്ചത്? മദ്ഹബുകളെ നിരാകരിക്കുന്നവർ മുബ്തദികളാണെന്ന് ഇമാമുമാർ പരിചയപ്പെടുത്തി. 2ാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കാനാണ്. ഇന്നൽ ഇസ്നാദ ഡാഷ് വലൗലൽ ഇസ്നാദു ലഖാല ഡാഷ് മാഷാ. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, ഇന്നൽ ഇസ്നാദ മിനദ്ദീനി വലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാഷാ. ഓക്കെ, അടുത്തത് യോജിച്ചത് ചേർക്കുക എന്നുള്ളതാണ്. ഇവിടെ മക്ക, മദീന, കൂഫ കൊടുത്തിട്ടുണ്ട്. മക്ക ഏതാണ്? ആരാണ്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മദീന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. കൂഫ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. നമ്മൾ ഫസ്റ്റ് പറഞ്ഞതാണ്. മക്ക അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മദീന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, കൂഫ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പറയുന്നത്. പരീക്ഷയ്ക്ക് ഏകദേശം ആവാനായിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. അല്ലാഹു തആല നല്ല ഹിഫ്ള് നൽകുമാറാവട്ടെ. പരീക്ഷയിലൊക്കെ നല്ല മാർക്ക് നേടാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.